എന്ന അവാർഡ് കിട്ടിയിട്ടുള്ള ആരാ? മൂക്കൻ. വിശ്വവിഖ്യാതനായ മൂക്കൻ. ആരാ? വിശ്വവിഖ്യാതനായ മൂക്കൻ അല്ലേ? വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലെ മൂക്കനെയാണ് നിങ്ങൾ കാണുന്നത്. ആരെ? ഏത് കഥയിലെ? വിഖ്യാതമായ മൂക്ക് അല്ലേ? എന്താണെന്നറിയോ? എല്ലായിടത്തും പ്രശസ്തിയുള്ള മൂക്ക് അല്ലേ? അത്രയും പ്രശസ്തിയായ മൂക്കനെ കുറിച്ചുള്ള കഥയാണ്. മൂക്കൻ എങ്ങനെയുള്ള ആളാണെന്നറിയോ? ഈ മൂക്കന് 24 വയസ്സ് വരെ ജനിച്ചത് പോലുള്ള നമുക്കുള്ള മൂക്കില്ലേ? ഇപ്പൊ അല്ലേ? അതുപോലെ തന്നെയാണ് ഈ മൂക്കന്റെ മൂക്ക്. എത്ര വയസ്സ് വരെ? 24 വയസ്സ് വരെ. മൂക്കന്റെ പണി എന്താണെന്നറിയോ? പാചകം ചെയ്യൽ. പാചകം ചെയ്യലാണ് ആരുടെ പണി? മൂക്കന്റെ പണി. പിന്നെയോ സ്കൂളൊന്നും പഠിച്ചില്ല, എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല. മൂക്കന് വ്യസനിക്കാരന് അല്ലേ? വ്യസനിക്കാരൻ മുതലാളിയുടെ വീട്ടിൽ പാചകം ചെയ്യും. എന്നിട്ട് നല്ലോണം തിന്നും കടന്നു അരി പിന്നെ അടുത്തടുത്ത് ഇങ്ങനെ തട്ടിട്ട് മൂക്കുപൊടി വരിക്കും. ആരെ? മൂക്കൻ. മുസ്ലിക്കാരൻ അല്ലേ? 24 വയസ്സാകുമ്പോഴേക്കോ മൂക്കിന് ചെറുങ്ങനെ മൂക്ക് വളരാൻ തുടങ്ങി. തൊട്ടൊക്കെ വളരുന്നതോ? മൂക്ക് വളരുന്നതൊക്കെ തൊട്ടൊക്കെ ഓരോ ദിവസം കഴിയുമ്പോഴും കണ്ണാടി നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂക്കനെ ശ്രദ്ധിച്ചില്ല, മൂക്കിങ്ങനെ വളരാൻ തുടങ്ങി. പാവം മൂക്കന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ആരും ഉണ്ടായില്ല അല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും മൂക്കന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ആരും ഉണ്ടായില്ല. ദിവസവും മൂക്ക് വളരുന്ന വാർത്ത നാട്ടിലെല്ലാം മൂക്ക് വളരുന്ന വാർത്ത നാട്ടിലെല്ലാം പരന്നു അല്ലേ? മൂക്ക് വളർന്ന് കണ്ട് വയറിന്റെ അടുത്ത് വരുത്തി. വയറിന്റെ അടുത്ത് വരെ മൂക്കെത്തി. അടുത്തെത്തി മൂക്ക്. ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെപ്പോഴാണ് മുസ്ലിക്കാരന്റെ അമ്മക്ക് ഒരു ബുദ്ധി വെച്ചെന്നറിയാ, ഇനി മൂക്കനെ കാണാൻ പൈസ തരണം. മൂക്കനെ കാണണമെങ്കിൽ പൈസ തരണം. എന്തുവേണം? പൈസ തരണം. വീട്ടില് പട്ടിണിയാണ്, തിന്നാനൊന്നുമില്ല അല്ലേ? മൂക്കനെ ഉള്ളിൽ ആക്കിയിട്ട് അമ്മ പറഞ്ഞു മൂക്കനെ കാണാൻ പൈസ വേണം. മൂക്കൻ പെട്ടെന്ന് പണക്കാരനായി. എല്ലാരും പൈസയും കൊടുത്തിട്ട് മൂക്കനെ കാണാൻ വന്നു അല്ലേ? വലിയ ഒരാളെ ഭാഗത്ത് രണ്ടാളും മൂക്കനെ പ്രേമിക്കാൻ തുടങ്ങി. പാല് പൈസയില്ലേ അല്ലേ? മൂക്കന് പാല് പൈസയില്ലേ? പ്രേമിച്ചാൽ നമുക്ക് പൈസയില്ലേ? അന്ന് മൂക്കനെ പ്രേമിക്കാൻ തുടങ്ങി അല്ലേ? മൂക്കനെ കഴിച്ചാലും പ്രേമിക്കാൻ വേണ്ടി തുടങ്ങി. അതിന് സെക്രട്ടറിമാരായ എന്റെ പെണ്ണുങ്ങൾ അല്ലേ? നാട്ടുകാരെ വാർത്ത വരുന്നു, കവികളും അല്ലെ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും മൂക്കനെ കാണാൻ വേണ്ടി തുടങ്ങി. മൂക്കനെ കുറിച്ച് കവിതകൾ എഴുതാൻ വേണ്ടി തുടങ്ങി, ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി, പത്രത്തിൽ വാർത്ത വരാൻ വേണ്ടി തുടങ്ങി. ലോകത്തെല്ലായിടത്തും വാർത്ത ആരെ കുറിച്ച്? മൂക്കനെ കുറിച്ച് അല്ലേ? അവസാനം രാഷ്ട്രീയ പാർട്ടികള് മൂക്കന് വേണ്ടിയിട്ട് അടിപിടിയായി. മൂക്കൻ നമ്മുടെ ആളാണ്, മൂക്കൻ നമ്മുടെ ആളാണ് അല്ലേ? അങ്ങനെ മൂക്കിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പറഞ്ഞു മൂക്കൻ നമ്മുടെ ആളാണ്, മൂക്കൻ എന്ത് കൊടുക്കണം? അവാർഡ് കൊടുക്കണം. മൂക്കൻ എന്ത് കൊടുക്കണം? ഇത് ഒറിജിനലാണോ? ഈ മൂക്ക് ഒറിജിനലാണ്. ഇത് റബ്ബർ മൂക്കാന്ന് പഠിപ്പിച്ചു കുറെ ആള് പറഞ്ഞു അത് തട്ടിപ്പാണ്. മൂക്കന്റെ മൂക്ക് തട്ടിപ്പാണ്. തട്ടിപ്പായിക്കോ? തട്ടിപ്പുള്ള മൂക്ക് വളരോ? തട്ടിപ്പുള്ള മൂക്ക് വളരോ? ഇല്ലാത്ത മൂക്ക് വളരോ? അങ്ങനെ പറഞ്ഞു. ജീവനിൽ
ദ്രവ്യമില്ലാത്ത മൂക്കാണത്, പരിശോധിക്കണം. അപ്പൊ മറ്റേ രാഷ്ട്രീയക്കാർ എന്ത് ചെയ്തു? മൂക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ വന്നു അല്ലേ? അല്ലേ എന്ത് ചെയ്തു? മറ്റേ അറിയോ? ഈ മൂക്കിന് ഇട്ടി കൊടുത്തു, മൂക്കിനൊരു ഇടി കൊടുത്തു, മുള്ളൊക്കെ ഒരു കുത്തു കൊടുത്തു. ചോര, മൂക്കിൽ നിന്ന് ചോര. ഒറിജിനൽ എന്തെന്ന്? മൂക്ക് ഒറിജിനൽ തന്നെ അല്ലേ? മൂക്ക് ഒറിജിനൽ തന്നെ. ഒടുവില് മൂക്കന് ജിലിന് പദവി കൊടുത്തു, ലിറ്ററേച്ചർ പദവി കൊടുത്തു. മൂക്കന് അറിയാ? മൂക്കന് തൊട്ടു ലിറ്ററേച്ചർ. ബഷീർ ഗാന്ധിജിയെ തൊട്ടു, ഗാന്ധിജിയെ തൊട്ടു, ഗാന്ധിജിയെ കണ്ടു. വൈക്കം സത്യാഗ്രഹത്തിലും അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിലും ഒക്കെ പങ്കെടുത്തു. ആരെ? വൈക്കം മുഹമ്മദ് ബഷീർ. ജയിലൊക്കെയായി അല്ലേ? അല്ലേ? എപ്പോഴും കഥകൾ എഴുതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങളാണ്. നമുക്ക് ഒരു പുസ്തകം നോക്ക്, മാത്തുമ്മയുടെ ആട് അല്ലേ? എന്ത് കിട്ടിയാലും തിന്നുന്ന ഒരാടുണ്ട്. ട്രൗസറൊക്കെ അതുപോലെ തിന്നു അല്ലേ? എന്നാ കാരണമുണ്ട്. ട്രൗസറിന്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് ഉണ്ടാവും, കുഞ്ഞളെ കയ്യിലെ അല്ലേ? അല്ലേ? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകം. മറ്റൊന്നാണ് ഞാനിപ്പോ പറഞ്ഞ ബാല്യകാല സഖി, മജീദിന്റെ സുഹറയുടെ കഥ പറയുന്ന ബാല്യകാല സഖി. മറ്റൊന്നാണ് ലുപ്പുപ്പാക്ക് ഒരു അനിയുണ്ടാണ്. ലുപ്പുപ്പാക്ക് അനിയുണ്ടായിരുന്നു. എങ്ങനെയുണ്ടാണ്? വെറും കുയ്യാന. പിന്നീടാണ് കുയ്യാന. എന്നാ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്റെ കൂടെ പറയാം കേട്ടാ. നിങ്ങൾ എന്റെ കൂടെ വേണം പറയണോ? 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 ഗുത്തിനി, ഗുത്തിനി, ഗുത്തിനി ഹാരി കളിത്താപ്പോ, ഗുത്തിനി ഹാരി കളിത്താപ്പോ. ചേർന്നല്ലോ. ഗുത്തിനി ഹാരി കളിത്താപ്പോ, സഞ്ചിനി ഹാരി കളിത്താപ്പി, സഞ്ചിനി ബാലിക ലുട്ടാപ്പി, ഹാരിത മാണിക ലിഞ്ചല്ലോ, ഹാരിത മാണിക ലിഞ്ചല്ലോ, സങ്കര വാഹന തുലീപി, കുഞ്ചിനി ഹീലത ഹുത്താരോ, കുഞ്ചിനി ഹീലത ഹുത്താരോ, ജിംബാലോ. കമ്പനിയുടെ മുതലാളി ആരാണെന്നറിയോ? ബീഡി കമ്പനിയുടെ മുതലാളി ആരാണെന്നറിയോ? ബീഡി കമ്പനിയുടെ മുതലാളി ജമീലുപ്പ. കണ്ടാലും നോക്കും എല്ലാവർക്കും അവര് സ്നേഹിച്ച് രണ്ടാളും ജീവിതം തുടങ്ങി. പക്ഷേ ജമീല ബീവി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദർ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ജമീല ബീവിക്കാരി ഭയങ്കര വാശിക്കാരിയാണ്. ജമീല ബീവിക്കാരി ഭയങ്കര വാശിക്കാരിയാണ്. നിങ്ങൾക്ക് വാശിയുണ്ടോ? മിഠായി മേടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കഴിയാറില്ലേ? എനിക്ക് പയ്യന്നൂർ പോകണമെന്ന് കഴിയാറില്ലേ? പഠിത്തക്കാരിയല്ലേ? അതുകൊണ്ട് എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ജമീല ബീവിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അടുക്കള പണിയൊന്നും എനിക്ക്. ബീഡി കമ്പനിയുടെ മുതലാളി ആരാണെന്നറിയോ? ബീഡി കമ്പനിയുടെ മുതലാളി ആരാണെന്നറിയോ? ബീഡി കമ്പനിയുടെ മുതലാളി ജമീലുപ്പ. കണ്ടാലും നോക്കും എല്ലാവർക്കും അവര് സ്നേഹിച്ച് രണ്ടാളും ജീവിതം തുടങ്ങി.
പക്ഷേ ജമീല ബീവി ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അബ്ദുൽ ഖാദർ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ജമീല ബീവിക്കാരി ഭയങ്കര വാശിക്കാരിയാണ്. ജമീല ബീവിക്കാരി ഭയങ്കര വാശിക്കാരിയാണ്. നിങ്ങൾക്ക് വാശിയുണ്ടോ? മിഠായി മേടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ കരയാറില്ലേ? എനിക്ക് പയ്യന്നൂർ പോകണമെന്ന് കരയാറില്ലേ? പഠിത്തക്കാരിയല്ലേ? അതുകൊണ്ട് എനിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജമീല ബീവിക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അടുക്കള പണിയൊന്നും എനിക്ക്